നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. നിയമത്തിലെ പഴുതുകൾ അടച്ച് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രതിസന്ധിയിലായ പൊതുവിദ്യാലയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടലിനെതിരെ പ്രക്ഷോഭം ശക്തം. സ്കൂൾ ഏറ്റെടുക്കൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകി. കേരളത്തിലെ കോൺഗ്രസിൽ അഴിച്ചുപണിക്ക് അനുമതി നൽകി രാഹുൽ ഗാന്ധി. നിർജീവ ഘടകങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ നിർദ്ദേശമെന്ന് PM സുധീരൻ. നേതൃമാറ്റം വെറും അഭ്യൂഹം. അതൊന്നും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. കഴിഞ്ഞ KPCC നിർവാഹക സമിതിയിൽ തന്നെ ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും വന്നിട്ടില്ല. സുധീറിനെതിരെ പരാതിയുമായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലേക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ രാഹുലിനെ കാണും. റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. ഭവന വാഹന വായ്പാ പലിശ നിരക്കിൽ വ്യത്യാസമില്ല. സംസ്ഥാനം വീണ്ടും കടമെടുക്കാനൊരുങ്ങുമ്പോൾ നികുതി ഇനത്തിൽ കിട്ടാനുള്ളത് 1000 കോടിയുടെ കുടിശ്ശിക. കരിപ്പൂരിൽ 1 കോടിയുടെ വിദേശ കറൻസി പിടിച്ചു. നിർണായക കൂടിക്കാഴ്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യും. ആണവദാതാക്കളുടെ ഗ്രൂപ്പ് അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ തേടും. കോപ്പ അമേരിക്കയിൽ ചിലിയോട് പകരം വീട്ടി അർജന്റീന. അർജന്റീനയുടെ വിജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. ബൊളീവിയക്കെതിരെ പനാമയ്ക്കും ജയം. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. വിദ്യാഭ്യാസ നിയമത്തിലെ പഴുതുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. അടച്ചുപൂട്ടിയ സ്കൂളുകൾ ഏറ്റെടുക്കുന്നതിന് നിയമവശങ്ങൾ ചർച്ച ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും C രവീന്ദ്രനാഥ് പറഞ്ഞു. അതേസമയം സ്കൂൾ ഏറ്റെടുക്കൽ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഈ വിഷയത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. 1 വർഷം മുൻപ് നോട്ടീസ് നൽകി വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടാൻ മാനേജർമാർക്ക് അവസരം നൽകുന്ന വിദ്യാഭ്യാസ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കും. നിയമവശങ്ങൾ പരിശോധിച്ച് KER-ൽ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. ഇനിയൊരു പൊതുവിദ്യാലയവും പൂട്ടുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ഉറപ്പ് നൽകുന്നു. മറ്റ് സ്കൂളുകളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. കാരണം അത് KER പോലെയുള്ള ചില നിയമങ്ങളിലെ ചില പഴുതുകൾ ഉപയോഗിച്ചിട്ട് ഇനി ഫർദറായിട്ടൊരു പൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തടയത്തക്ക രീതിയിൽ സർക്കാർ നിയമം ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് അടച്ചുപൂട്ടുന്ന സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ ആലോചന. ഓർഡിനൻസ് കൊണ്ടുവരുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അടച്ചുപൂട്ടുന്ന സ്കൂളുകൾ ഏറ്റെടുക്കാൻ ധനകാര്യ വകുപ്പിന്റെ അനുമതിയും ആവശ്യമാണ്. എല്ലാ സാധ്യതയും പരിശോധിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയും അതുപോലെ മറ്റേ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതെങ്ങനെ നമുക്ക് അവർ തരുന്ന മറുപടി എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ള കാര്യം പിന്നീട് കൂടി തീരുമാനിക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന മലാപ്പറമ്പ് AUB സ്കൂളിലെ സമരമുഖം കടന്നുപോയത് ആശങ്കകളുടെ മുൾമുനയിലൂടെ. സ്കൂൾ പൂട്ടുവാൻ AO എത്തുമെന്ന് കരുതി രാവിലെ മുതൽ സംരക്ഷണ സമിതി പ്രവർത്തകർ സ്കൂളിന് മുന്നിൽ നിലയുറപ്പിച്ചു. പുറത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തതോടെ നാടകീയ രംഗങ്ങളിലൂടെ സമരമുഖം കടന്നുപോയി. അതിനിടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ തള്ളിപ്പറഞ്ഞ് യൂത്ത് ലീഗ് പ്രവർത്തകരും സമരമുഖത്തെത്തി. 9 മണിയോടെ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമെത്തി. ഇതോടെ ആശങ്ക കൂടുതൽ ശക്തമായി. ഏതു നിമിഷവും സ്കൂൾ പൂട്ടാൻ AO എത്തുമെന്ന പ്രതീതിയായിരുന്നു സമരമുഖത്ത്. പ്രദീപ് കുമാർ MLA നിരന്തരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ ചർച്ച നടത്തി. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ സജീവമാണെന്ന വിവരം പുറത്തുവന്നതോടെ സമരമുഖത്ത് ആഹ്ലാദം. അതിനിടയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ തള്ളിപ്പറഞ്ഞ് MSF യൂത്ത് ലീഗ് പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായി എത്തി. ഇതിന് പിറകിൽ വലിയ ലോബിയിങ് ഉണ്ടായിരുന്നു, ഒരു വലിയ കച്ചവട താല്പര്യം ഉണ്ടായിരുന്നു. ആ കച്ചവട താല്പര്യങ്ങൾക്ക് ആര് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും ചരിത്രം അവരോട് മാപ്പ് കൊടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനിടയിൽ നാടകീയമായി പോലീസ് പിന്മാറി. ഉച്ചയ്ക്ക് ശേഷം AO എത്തുമെന്ന് വീണ്ടും വിവരം. ഇതോടെ സമരക്കാർ വീണ്ടും സ്കൂളിന് മുന്നിൽ നിലയുറപ്പിച്ചു. 2 മണിയോടെ വീണ്ടും വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി. മുദ്രാവാക്യം വിളികളുമായി സമരസമിതി പ്രവർത്തകരും നിലയുറപ്പിച്ചു. എന്നാൽ AO മാത്രം ഇത്തവണയും വന്നില്ല. ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ AO എത്താതിരുന്നത് എന്നാണ് വിവരം. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയത്തിൽ പ്രദീപ് കുമാർ MLA, യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്,
AKPSTA നേതാവ് ഹരിഗോവിന്ദൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ ഷാജർ ഖാൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഹരിഗോവിന്ദൻ, മലാപ്പറമ്പ് സ്കൂളിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നാളെ ഉണ്ടാകും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല, ഇത്തരത്തിലുള്ള സ്കൂളുകളെ എല്ലാം ചേർത്തായിരിക്കും ഒരു തീരുമാനം നാളെ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ഈ ഗവൺമെൻറ് ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്ന് വിലയിരുത്താൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന സ്വാഗതാർഹമാണ്. ഒരു വിദ്യാലയം അടച്ചുപൂട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രേമികൾക്ക് ആവേശം ഉൾക്കൊള്ളുന്ന പ്രസ്താവന തന്നെയാണ്. ഇത് നടപ്പാക്കുകയാണ് വേണ്ടത്. കോടതികൾ ഇടപെട്ടിട്ടുള്ള ഇത്തരം വിദ്യാലയങ്ങളെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഇതിനാവശ്യമായ നിയമ ഭേദഗതി KERൽ വരുത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഏത് നടപടികൾക്കും KPSTA എന്ന അധ്യാപക പ്രസ്ഥാനം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ശരി, എന്തായാലും ഗവൺമെൻറ്റിന് ആ നിലയ്ക്കുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. ശ്രീ PK ഫിറോസ്, നമ്മൾ ഇക്കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ ഇന്നലെ സുപ്രീം കോടതി ഉത്തരവ് വരുന്ന ആ കാര്യങ്ങൾ, ആ സാഹചര്യം വരെ പരിശോധിച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ധാർമ്മികമായി ഉത്തരവാദിത്വമുണ്ട്. നിയമപരമായ വലിയ വീഴ്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതും വ്യക്തമാണ്. സുപ്രീം കോടതി അതെടുത്തു പറയുകയും ചെയ്തു. 2015 2 സ്കൂളുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. അന്നു മുതൽ ഇത്തരം വിഷയങ്ങളിൽ ഈ ലാഭകരമല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്ന് മാനേജർമാർ ആവശ്യപ്പെടുമ്പോൾ, അതിന് അവർ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ ചെറുക്കുന്നതിനുള്ള നിയമപരമായ പോംവഴികൾ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. അതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ച ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ, യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതായത് നമ്മുടെ സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളുടെ മാനേജർമാർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അൺഎക്കണോമിക്കായ, അതായത് അവർക്ക് പുതിയ നിയമനങ്ങൾ, അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും നടത്തി കാശ് പിരിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി അവിടെ മറ്റേതെങ്കിലും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളോ മറ്റേതെങ്കിലും തരത്തിൽ വരുമാനം ലഭിക്കുന്ന രീതിയിലേക്കോ മാറ്റണമെന്ന താല്പര്യമുള്ള നല്ലൊരു വിഭാഗം മാനേജർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനകീയ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇടപെടലുകളും ഭയന്നിട്ടാണ് പല മാനേജർമാരും അതിന് മുതിരാതിരുന്നത്. എന്നാൽ മലപ്പറമ്പിൽ മാനേജർ വ്യത്യസ്തമായി KERലെ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെ മാനേജർക്ക് 1 വർഷം മുമ്പ് നോട്ടീസ് നൽകിയാൽ അത് എക്കണോമിക് ആണെങ്കിലും അൺഎക്കണോമിക് ആണെങ്കിലും അടച്ചുപൂട്ടാൻ കഴിയുമെന്ന KERലെ ഒരു നിയമം മനസ്സിലാക്കി അതുപയോഗിച്ചുകൊണ്ട് അടച്ചുപൂട്ടാൻ വേണ്ടി ഒരു തീരുമാനവുമായി മുമ്പോട്ട് പോയി. അത് മലാപ്പറമ്പിലെ സ്കൂളിലെ മാനേജർ ഇങ്ങനെ ഒരു നടപടിയുമായി മുമ്പോട്ട് പോയപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ഇത് ബോധ്യമായത്. സംസ്ഥാന സർക്കാർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ മനസ്സിലാക്കി മലാപ്പറമ്പ് സ്കൂളിനെ ചുവട് പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്കൂളുകൾ ഇതുപോലെ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതി വരുത്തണം. ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ലീഗൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. പിന്നെയാണ് ഇലക്ഷൻ വന്നതും പുതിയ ഭരണം വന്നതും. ഇടതുപക്ഷം സഹകരിച്ചാൽ ഇനിയുള്ള മലാപ്പറമ്പ് സ്കൂളിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള മുഴുവൻ സ്കൂളുകളെയും സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് ഇപ്പോൾ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്. അത് അടുത്ത നിയമസഭയിൽ നിയമമാക്കിയാൽ മലാപ്പറമ്പ് സ്കൂളുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഒന്ന്. മറ്റൊന്ന്, ഈ മലാപ്പറമ്പ് സ്കൂളിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പൊ സർക്കാർ പറയുന്നു ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകും, കോടതി വിധികൾ എതിരാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രായോഗികമായി സർക്കാരിന് നിലവിലുള്ള നിയമം അനുസരിച്ച് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും പോംവഴി നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ ഒരു തൽക്കാലത്തേക്ക് ഒരു വൈകാരികമായി ഇത് ഏറ്റെടുക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി കയ്യടി വാങ്ങുന്നതിനപ്പുറത്തേക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ശ്രീ പ്രദീപ് കുമാർ MLA, താങ്കൾക്ക് ഇപ്പോൾ ഫിറോസ് പറഞ്ഞത് ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്താണ് പ്രായോഗികമായി മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ മാത്രം, നമുക്ക് മലാപ്പറമ്പ് ആദ്യം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ വിശാല അർത്ഥത്തിലേക്ക് കടക്കാം. മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ നാളെ
ബുധനാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹൈക്കോടതി പറഞ്ഞ ദിവസം സമയപരിധി നാളെ അവസാനിക്കുകയാണ്. നാളെ തീരുമാനമെടുത്തേ മതിയാവും. അതിൽ വേറെ തരത്തിലുള്ള ചോദ്യ പറച്ചിലുകൾക്കൊന്നും ഇനി കോടതി നിന്നു തരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഫോഴ്സിനെ ഉപയോഗിച്ചോളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഹർജി വന്ന സമയത്ത് കോടതി തന്നെ പറഞ്ഞത്. ഏതായാലും അവിടെ ജനങ്ങളെ, ഈ സമരം നടത്തുന്നവരെ ഒന്നും തല്ലി ഓടിച്ചൊന്നും ഈ സ്കൂൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ആ സമരമുഖത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിലും താങ്കൾക്ക് അറിവുള്ളതുമാണ്. എന്താണ് മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? താങ്കൾ അക്കാര്യത്തിൽ സർക്കാരിനോട് എന്താണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്? ഞാനും ഫിറോസൊക്കെ ഒരല്പം വൈകിയാണ് വന്നത്. ഫിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. അതിൽ എൻ്റെ സുഹൃത്ത് ഫിറോസ് പറഞ്ഞതിൽ വസ്തുതാപരമായിട്ട് കുറച്ച് പിശകുകളുണ്ട്. എന്താ വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ് ഈ മലാപ്പറമ്പ് സ്കൂളൊക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു എന്നും അതിൽ വിദ്യാഭ്യാസ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമായ 1% പോലും ശരിയല്ല. ഒന്നാമത്, നേരത്തെ തന്നെ കഴിഞ്ഞ 2013 നവംബർ മാസം 1-ാം തീയതി ഈ മാനേജറുടെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് സ്കൂൾ അടച്ചുപൂട്ടാൻ കഴിഞ്ഞ സർക്കാർ ഉത്തരവിട്ടതാണ്. ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല, മാനേജറുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ലാഭക്കൊതി സഫലീകരിക്കാനാണെന്ന് ചെയ്തത്. അതിനു മുമ്പത്തെ LDF ഗവൺമെൻറ് കാലത്ത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇതേ മാനേജർ ആ ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ ആ സർക്കാർ ആ ആവശ്യം റിജക്റ്റ് ചെയ്തു, നിരസിച്ചതാണ്. ഇതിനുശേഷം ഈ ബഹുജന പ്രക്ഷോഭമൊക്കെ ഉണ്ടായപ്പോൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ആ ഗവൺമെൻറ് തന്നെ പിൻവലിക്കാൻ നിർബന്ധിതമായി. പക്ഷേ ആ പിൻവലിച്ചതിന് ശേഷമാണ് പിന്നെ കള്ളക്കളി നടക്കുന്നത്. അതായത് മാനേജർ കോടതിയെ സമീപിക്കുന്നു, കോടതിയിൽ സ്കൂൾ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടുന്ന സർക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും മാനേജറുമായിട്ട് ഒത്തുകളിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതിന് സർവ്വ സൗകര്യവും ചെയ്യുന്നു. എന്നിട്ടോ അതിന് അപ്പീൽ പോകണ്ട എന്ന് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തീരുമാനിക്കുന്നു. ആ ഹൈക്കോടതി വിധി കംപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഇക്കഴിഞ്ഞ ജനുവരി മാസം നടപ്പാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഹൈക്കോടതി വിധി കംപ്ലൈ ചെയ്യാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം KER ഭേദഗതിക്കുള്ള നീക്കമല്ലേ നടത്തേണ്ടത്? KER ഭേദഗതിക്ക് നീക്കം നടത്തിയില്ല ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ. മാത്രമല്ല 2013 മുതൽ ഈ പ്രശ്നം നിൽക്കുകയാണല്ലോ. എത്ര കാലമുണ്ടായിരുന്നു ഈ KER അല്ല വിദ്യാഭ്യാസ ആക്ടിൽ ഭേദഗതി വരുത്തുന്നുള്ള ഒരു നടപടിയും നീക്കിയിട്ടില്ല. ഞങ്ങളൊക്കെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതിനെ തുടർന്ന് ഇതിനുള്ള ഈ നിയമ ഭേദഗതിക്കുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കിയെങ്കിലും രാഷ്ട്രീയമായിട്ട് UDF ഗവൺമെൻറ് തീരുമാനിച്ചു ആ ഭേദഗതി വേണ്ടെന്ന്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി ആദ്യമായി കൈകാര്യം ചെയ്ത് മലാപ്പറമ്പ് സ്കൂളിൻ്റെ ഫയലാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുക എന്നുള്ളൊരു അറ്റംപ്റ്റാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം ആ അപ്പീൽ പരാജയപ്പെടുന്ന സമയത്ത് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താ? കഴിഞ്ഞ 1.5 വർഷക്കാലം നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു, യു ഹാഡ് സഫീഷ്യൻറ്റ് ടൈം ടു റിസോൾവ് ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അതൊന്നും ചെയ്യാതെ ഇപ്പം നിങ്ങൾ വന്നു എന്നാ ചോദിച്ചത് കോടതി. ഇപ്പോൾ അപ്പീലുമായിട്ട് വന്നു LDF ഗവൺമെൻറ് വന്നു, അടുത്ത ദിവസം അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇവരുടെ ഗവൺമെൻറ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇതാണ് വസ്തുത. ഇതാണ് രണ്ട് ഗവൺമെൻറ്റുകളുടെയും നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പോലും കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച ഈ പ്രശ്നത്തിലെ വഞ്ചനാപരമായിട്ടുള്ള നിലപാട് കാരണം മലാപ്പറമ്പ് സ്കൂൾ ഈ പതനത്തിലെത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഇനി ഈ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാനാവുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റൊക്കെ ആലോചിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് അദ്ദേഹം ആദ്യ ദിവസം തന്നെ വ്യക്തമാക്കി, മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷിക്കാനും അതുവഴി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനും സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്ത്? ഒന്ന്, ഈ നിയമ ഭേദഗതിയുടെ സാധ്യതയുണ്ട്. ആ നിയമ ഭേദഗതി കൊണ്ട് ഒരുപക്ഷെ അടച്ചുപൂട്ടപ്പെട്ട, ഇപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട സ്കൂളുകളെ രക്ഷപ്പെടുത്താനാവണമെന്നില്ല. 1400-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള അപേക്ഷ കിടക്കുകയാണ്. 25 ഉടനെ പൂട്ടും. ഈ മലാപ്പറമ്പ് പൂട്ടിക്കഴിഞ്ഞാൽ ആ നിലക്കാണ് അതിന്റെ ഘടന ഇപ്പൊ കിടക്കുന്നത്. തുരുതുരാ സ്കൂളുകൾ പൂട്ടുന്ന ശ്രീ പ്രദീപ് കുമാർ, അവിടെയാണ് പ്രശ്നം. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, അതായത് ഇന്ന് മിനിസ്റ്റർ തന്നെ പറഞ്ഞതാണ്, ഒന്ന്, നമ്മുടെ ഖജനാവിന് താങ്ങാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. ഇപ്പോൾ മലാപ്പറമ്പിന്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടുത്തെ ആ ഭൂമിയുടെ വില, എത്ര സെന്റ് ഭൂമിയുണ്ട്, 30 സെന്റിലധികം ഭൂമിയുണ്ട്, അതിന്റെ വില. അങ്ങനെ ഈ 25 അടിയന്തരമായി പരിഗണിക്കേണ്ടി വരും. അത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന് ഈ സർക്കാർ തന്നെ പറയുന്ന ഖജനാവിനെ എങ്ങനെ താങ്ങാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, അതിനപ്പുറത്തേക്ക് ഈ 25 തീരുന്നതല്ല പ്രശ്നം. 1500 കോഴിക്കോട് തന്നെ ഏതാണ്ട് അത്രയും വരും. 3000-നടുത്ത് സ്കൂളുകൾ ഈ മാനേജർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലാഭകരമല്ല. അവരൊക്കെ ഏറ്റെടുക്കലുമായി അതിൻ്റെ പുറകെ വരും. ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. അടിയന്തരമായി ചെയ്യാൻ കഴിയുക നിയമ ഭേദഗതി എന്നതാണ്. അപ്പോൾ ഫിറോസ് പറഞ്ഞത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ആ നിയമ ഭേദഗതിയുടെ കരട് തയ്യാറാക്കി നിയമവകുപ്പിൻ്റെ പക്കലുണ്ട്. ഈ ഗവൺമെൻറ് അത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറേ എളുപ്പമാകുമല്ലോ.
അല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചല്ല അത് നിയമ ഭേദഗതികളുടെ കരടുണ്ടാക്കിയത്. ഉദ്യോഗസ്ഥരുണ്ടാക്കിയാലും ആ ഗവൺമെൻറ് ആ നിയമ ഭേദഗതിക്ക് മുൻകൈയെടുത്തില്ല. എങ്കിൽ മലാപ്പറമ്പ് സ്കൂളിനെ എന്നേ സംരക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ ആ നിയമ ഭേദഗതി കൊണ്ട് പോലും അതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കിട്ടിയാൽ മാത്രമേ മലാപ്പറമ്പും ഇപ്പോൾ പൂട്ടപ്പെട്ട സ്കൂളുകളും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അത് ഉറപ്പില്ല. പക്ഷേ ഇനി തുടരെ പിന്നാലെ പൂട്ടാനിരിക്കുന്നതിനെ എല്ലാം സംരക്ഷിക്കാം. അതുകൊണ്ട് അതിനെ ഏറ്റെടുക്കാനുള്ള വലിയ സാമ്പത്തിക ബാധ്യത വരില്ല. എന്നാൽ അതേസമയം ഇപ്പോൾ പൂട്ടാൻ തീരുമാനിക്കപ്പെട്ട അതിൽ ഒന്നാമത്തത് മലാപ്പറമ്പ് സ്കൂളാണ്. മലാപ്പറമ്പ് സ്കൂൾ ഇപ്പോൾ ഏറ്റെടുക്കണമെങ്കിൽ ഓരോ റോഡ് ടാർ ചെയ്യുന്ന പൈസ മതി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ അതിൻ്റെ മലാപ്പറമ്പ് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തുള്ള റോഡ്, പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വരുന്ന ചേവായൂർ നിന്ന് ഫ്ലോറിക്കൻ റോഡിലേക്ക് വരുന്ന റോഡ് 7 കോടി രൂപയ്ക്കാണ് അത് പിന്നെ BMNBC ചെയ്ത് ടാർ ചെയ്തത്. ആ പൈസ പോലും വേണ്ട യഥാർത്ഥത്തിൽ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏറ്റെടുക്കാൻ. എന്നാൽ എല്ലാം ഏറ്റെടുക്കുന്നത് പ്രായോഗികമാണെന്ന് വെച്ചാൽ പ്രായോഗിക പ്രശ്നം ഉണ്ടാവും. പക്ഷേ അതിനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിന് നമുക്ക് സമയം കിട്ടും. ഈ LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇതിനൊന്നും സമയമില്ല. സുപ്രീം കോടതിക്കെതിരെ വിധി നടപ്പാക്കണം, ഇല്ലെങ്കിൽ കോടതി ലക്ഷ്യമാകുമെന്ന് പറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമ്മളാകട്ടെ ഞങ്ങളാരെങ്കിലും കോടതിയെ ധിക്കരിക്കുന്നവരല്ല, കോടതി അലക്ഷ്യം ക്ഷണിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നവരല്ല, കോടതിയുടെ വിധി പ്രസ്താവത്തോട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല, കോടതിയോടൊക്കെ ആദരവ് കാണിക്കുന്നവരാ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ, ഇന്ന് നിങ്ങൾ ആ സ്കൂളിൻ്റെ വിഷ്വലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പഠിക്കുന്ന ആ സ്കൂൾ, ആ കുട്ടികൾ എങ്ങോട്ട് പോകും ആരും ഒന്നും പറഞ്ഞില്ല. അത് കോടതി പോലും കണ്ടിട്ടില്ല എന്ന സങ്കടമുണ്ട്. അപ്പം അവിടെ നമുക്ക് ആ സ്കൂൾ സംരക്ഷിക്കപ്പെടണം, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാകണം. ആ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷിക്കുന്നത് മലാപ്പറമ്പിലെ ഒരു സ്കൂൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതൊരു നിമിത്തമാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കമാക്കി തുടരെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാകെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഇല്ലാതാകാൻ പോകുന്ന ഒരു പ്രവണതയ്ക്ക് കടിഞ്ഞാണിടാനാണ്, അതിനെ തടയാനാണ് യഥാർത്ഥത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് മലാപ്പറമ്പ് സ്കൂൾ സംരക്ഷിക്കാനുള്ള സമരം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള സമരമാണ്. ഇവിടെ സിറ്റിയിലെ സ്കൂൾ, നാട്ടിൻപുറത്തൊരു എയ്ഡഡ് സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ വേറൊരു സ്കൂൾ ഉണ്ടാവില്ല. അൺഎയ്ഡഡ് സ്കൂൾ, ഇവർ ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇഷ്ടം പോലെ വാരിക്കോരി അനുവദിച്ച അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് എല്ലാവരും പോകും. ഒരു പക്ഷേ അന്നത്തെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അതുകൂടിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഇഷ്ടം പോലെ പിന്നെ ആ അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റിന് ഇഷ്ടം പോലെ കൊള്ള ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഏതായാലും അത് LDFനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കാൻ പറ്റില്ല. അതിന് എന്ത് വില കൊടുത്തും സാധ്യമായ എല്ലാ മാർഗങ്ങളും അവലംബിക്കും. തീർച്ചയായിട്ടും നിയമക്കുരുക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കീർണതകളുണ്ട്, എളുപ്പം ചെയ്യാവുന്ന കാര്യമാണെന്ന് കരുതുന്നില്ല. പക്ഷേ ഒരു സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവും നെഞ്ഞൂക്കുണ്ടെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അസാധ്യമായതൊന്നുമില്ല. ഏത് കോടതിയെയും ബോധ്യപ്പെടുത്താം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ മനോവികാരത്തിനനുസരിച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയുടെ അന്തിമ വാക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നോക്കുക, ആ കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നു വിധി പറയുന്നതിന് മുമ്പ് ആ ജഡ്ജിമാരൊക്കെ അത് കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന് തന്നെ ഹൈക്കോടതിയുടെയൊക്കെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിധി ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഹരിഗോവിന്ദൻ, താങ്കൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾ നമ്മളുടെ ചർച്ചയിൽ തന്നെ ഉന്നയിച്ചിരുന്നുവല്ലോ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഈ കേസ് നടക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തന്നെ എന്ന് താങ്കൾ അത് പറയുകയും ചെയ്തു. എങ്ങനെ ഈ കേസിലൊക്കെ ഗവൺമെൻറ് തോറ്റു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്? ആ തോൽവിയുടെ ബാക്കി പത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ മലാപ്പറമ്പ് വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അന്ന് വളരെ സജീവമായ ഒരു നിയമ ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയുമായിരുന്നു, പരിഹാരം കാണാൻ കഴിയുമായിരുന്നു, മലാപ്പറമ്പ് അടക്കമുള്ള പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യാമായിരുന്നു. ആ നിയമ പോരാട്ടത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന് കഴിയാതെ പോയി? സർക്കാർ എന്നതൊരു തുടർ സംവിധാനമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വിദ്യാലയം പൂട്ടിയിട്ടില്ല. മറിച്ച് അതിന് മുമ്പ് LDF സർക്കാരിൻ്റെ കാലത്ത് വിദ്യാലയങ്ങൾ പൂട്ടിയിട്ടുണ്ട്. കണക്ക് ഞാൻ തരാം. പക്ഷേ നമ്മുടെ പ്രദീപ് കുമാർ MLA നല്ലൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. കോഴിക്കോട് നടക്കാവ് സ്കൂള് നമ്മൾ ലോകത്തിന് മാതൃകയാക്കി മാറ്റിയയാളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള വിദ്യാലയമാണിത്. ഇവിടെ നിയമനിർമ്മാണം ഉണ്ടാക്കിയില്ല. അവസാന നിയമസഭ ചേർന്ന സമയം ഓർമ്മയുണ്ടല്ലോ, എന്തുകൊണ്ട് അദ്ദേഹം സർക്കാരിനോട് ചോദിച്ചില്ല എന്തായി ഈ വിദ്യാലയത്തിൻ്റെ കാര്യമെന്ന്? അപ്പോൾ സമരം മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സർക്കാരിനുണ്ടായ വീഴ്ചയിൽ നമ്മൾ ആരും സർക്കാരിനെ താങ്ങുന്നില്ല. ഇവിടെ ആരാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത് എന്നവരെക്കുറിച്ച് ശക്തമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെൻറ് പരിശോധിക്കപ്പെടണം. മാനേജർമാർ കേസ് കൊടുത്തപ്പോൾ പല മാനേജർമാരുടെ കേസിലും സർക്കാർ വിഭാഗം അഭിഭാഷകർ തോറ്റു കൊടുത്തോ എന്ന് പൊതുജനത്തിന് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇവർ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ ഈ മലാപ്പറമ്പ് വിദ്യാലയം ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് നിയമനിർമ്മാണം നടത്തണം, ഏത് അറ്റം വരെ പോകണം? ഞാനിന്ന് പറഞ്ഞ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം. നല്ലൊരു
വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയായ ശ്രീ പ്രദീപ് കുമാർ MLAക്ക് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നിതാന്ത ജാഗ്രത ആ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ അനുകൂലമായ KER ഭേദഗതി ഉണ്ടായിരുന്നു. അപ്പോൾ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ കാര്യത്തിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നത് കൂടി ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ പ്രദീപ് കുമാർ, താങ്കൾ അക്കാര്യത്തിൽ ജാഗ്രതക്കുറവ് കാട്ടി എന്നാണ് ശ്രീ ഹരിഗോവിന്ദൻ പറയുന്നത്. മറുപടി കഴിഞ്ഞ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അതെന്തായാലും എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാൻ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അതായത് ഈ സ്കൂൾ ആ മാനേജർ ബുൾഡോസർ വെച്ച് തകർത്തപ്പോൾ ഞാൻ നേതൃത്വം നൽകിയിട്ടാണ് വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും പണം പിരിച്ചും എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിടം പുനർനിർമ്മിച്ചത്. നിങ്ങൾ കാണുന്ന മനോഹരമായിട്ടുള്ള കെട്ടിടം, അതിൽ MLA ഫണ്ട് എന്തിനു പറ്റില്ല, കെട്ടിടം നിർമ്മിക്കാൻ പറ്റില്ല, അതിന് ഞങ്ങൾ പണം പിരിച്ചെടുത്ത് ഉണ്ടാക്കി. അവിടെ കമ്പ്യൂട്ടർ ലാബും സയൻസ് ലാബും മൾട്ടിമീഡിയ ക്ലാസ്സും ഒക്കെ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യമുള്ള ഒരു പ്രൈമറി സ്കൂളായിട്ട് അതിനെ മാറ്റുന്നതിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്കും നേതൃത്വപരമായിട്ട് പങ്കുണ്ട്. ഇനി അങ്ങേക്ക് ശ്രീ ഹരിഗോവിന്ദൻ, അങ്ങേക്ക് നമ്മുടെ നിയമസഭാ രേഖകൾ നോക്കാം. ഞാൻ ആ നിയമസഭയിൽ ഈ പറഞ്ഞ പോലെ നിയമ ഭേദഗതിയുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്കൂൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, കാരണം എന്താ, നമുക്ക് ഏറ്റെടുക്കാൻ ന്യായം ഉണ്ടായിരുന്നു. മാനേജർ ഇത് ബുൾഡോസർ വെച്ച് തകർത്തതിൽ ക്രിമിനൽ കേസിലെ പ്രതിയായി മാനേജറായി ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഒരു ഘട്ടത്തിൽ അന്നത്തെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹത്തെ മാനേജർ സ്ഥാനത്ത് മാറ്റി. പിന്നെ കോടതിയിൽ പോയിട്ടാണ് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ടത്. അങ്ങനെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു പൈസ ഗവൺമെൻറ് തരണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്ന് ഞാൻ പറഞ്ഞതാ, ഞാൻ കോഴിക്കോട്ടുകാരുടെ പിന്തുണയും അതുപോലെ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് MLA ഫണ്ട്, ആസ്തി വികസന ഫണ്ടൊക്കെ ഉപയോഗിക്കാം. ഈ നമ്മുടെ നടക്കാവ് സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഒരു മാതൃകാ വിദ്യാലയമായി ഒരു ചില്ലി പൈസ സർക്കാർ തരാതെ അത് വികസിപ്പിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ് അത് ഏറ്റെടുത്താലും അതേ വാഗ്ദാനം ഞാൻ നിലനിർത്തുകയാണ്. ഇന്നത്തെ ഗവൺമെൻറ് ഏറ്റെടുത്താലും നമുക്കത് ചെയ്യാനാവും. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോടതിയുടെ പ്രശ്നങ്ങൾ, ഇവിടെ എൻ്റെയൊക്കെ നിവേദനങ്ങൾ അവിടെ കിടക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ഉണ്ടല്ലോ ഇവിടുത്തെ, അവരെടുക്കുന്ന എൻ്റെ കവറിംഗ് ലെറ്ററോട് കൂടിയുള്ള നിവേദനം മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള കൈകളിൽ കിടക്കുന്നതാണ്. അപ്പീൽ പോകുന്ന കാര്യം, ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിയുടെ കാര്യം എല്ലാം തന്നെ. പിന്നെ മറ്റൊന്നും ചോദിക്കുന്നു, ഈ നിയമ ഭേദഗതി ഞാൻ നേരത്തെ സഭയിൽ പറഞ്ഞതാണ്. പിന്നെ എല്ലാ ദിവസവും ഇതും വിദ്യാഭ്യാസ മന്ത്രിയോട് പറയണോ? അദ്ദേഹത്തിന് അത്രയും യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത ആളാണോ? ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു സാമാന്യ ധാരണ ഉണ്ടാവില്ല ഇത് ചെയ്യേണ്ടതിനെ കുറിച്ച്. അപ്പം നമുക്ക് അങ്ങേക്കിപ്പോൾ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെയോ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അത് എന്നെ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കോഴിക്കോട്ട് ശ്രീ ഷാജർ ഖാൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഷാജർ ഖാൻ, നാളത്തെ ക്യാബിനറ്റിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? നമുക്ക് നാളെ ഇപ്പോൾ മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേ മതിയാവും. ഇനി അത് ഒരു ദിവസമോ കുറച്ച് മണിക്കൂറോ മാറ്റിവെക്കാൻ കഴിയില്ല. ആ നിലയിൽ കാര്യങ്ങളെത്തി. മലാപ്പറമ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് സ്കൂളുകൾ, ഇന്ന് മന്ത്രി പറഞ്ഞത് 4 സ്കൂളുകളാണ് കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയിരിക്കുന്നത്. അതൊരു പ്രത്യേക കേസായി കണക്കിലെടുക്കണം. 2, ഈ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ പൂട്ടുന്നത് തടയുന്നതിനുള്ള നിയമ ഭേദഗതിയും ഉണ്ടാകണം. രണ്ടും അടിയന്തരമായി ഉണ്ടായേ മതിയാവൂ. രണ്ടിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള തീരുമാനമാണോ വേണ്ടത്? ഈ വിഷയങ്ങളെ മുഴുവൻ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇപ്പോഴത്തെ നിയമ ഭേദഗതി എന്ന സുപ്രീം കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയ ആ ഓർഡിനൻസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ ഏറ്റവും ആദ്യം വേണ്ടത്? അല്ല, അടിയന്തരമായി വേണ്ടത്, നമുക്കിപ്പോൾ കോടതി വിധിയുടെ കുരുക്കിൽ പെട്ടുപോയ ഈ 4 സ്കൂളുകളെ രക്ഷിക്കുവാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവരിക, നിയമ ഭേദഗതി കൊണ്ടുവരിക, ഗവൺമെൻറ് അതിനുള്ളൊരു തീരുമാനം നാളെ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുക എന്നതാണ് വേണ്ടത്. അതിൽ മലാപ്പറമ്പ് മാത്രമായി ചുരുക്കാൻ പാടില്ല. ഇപ്പോൾ മലാപ്പറമ്പിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മലാപ്പറമ്പ് മാത്രമായി പറയുന്നു. അതേസമയം കിരാലൂർ സ്കൂളും തിരുവണ്ണൂർ സ്കൂളിലും മങ്ങാട്ടുപറമ്പ് സ്കൂളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളുകൾ അടിയന്തരമായി സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഏറ്റെടുക്കുക എന്നതാണ് ആദ്യമായി നാളെ വേണ്ട കാര്യം. പക്ഷേ മറ്റന്നാൾ വേണ്ട കാര്യം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ, ഞാൻ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്തല്ലോ, 5000-ലേറെ വിദ്യാലയങ്ങൾ അൺഎക്കണോമിക്കായി തീർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്യയന വർഷം നമുക്ക് ഈ വിദ്യാലയങ്ങളെ മുഴുവൻ സംരക്ഷിക്കാനും കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ആവശ്യമായ മറ്റു നടപടികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിന് സമഗ്രമായ ഒരു മാറ്റം ആവശ്യമാണ്. അത് ഒരു വശത്ത് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്, മറുവശത്ത് എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്കോ മറ്റാർക്കെങ്കിലുമോ വാണിജ്യ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിൽക്കാൻ അവസരം അല്ലെങ്കിൽ അധികാരമോ അവകാശമോ ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത്. അതിനേക്കാൾ എല്ലാം ഉപരി നമ്മുടെ ഈ വിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ, അതായത് അക്കാദമികമായ നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലുകൾ ആവശ്യമാണ്. ആ തിരുത്തലുകളെക്കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. പാഠപുസ്തകം,
സിലബസ്, പരീക്ഷ, പാഠ്യപദ്ധതി ആസച്ച് അവിടെയൊക്കെ വളരെ വലിയ വൈകല്യങ്ങളുണ്ട്, വികലമായ കാര്യങ്ങളുണ്ട്. ഈ എയ്ഡഡ് സ്കൂളുകൾ പോലും എത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് പറയുമ്പോഴും ആ സ്കൂളുകളിൽ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം താഴേക്ക് പോകുന്നു എന്ന ഒറ്റ കാരണത്തിലാണ് ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നത്, കുട്ടികളുടെ എണ്ണം കുറയുന്നത്. അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടെ ഭൂമാഫിയ രംഗത്ത് വരുന്നത്. അത് കാണിച്ചിട്ടാണ് ഈ സ്കൂൾ വിറ്റ് മറ്റ് വാണിജ്യ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള മോഹം ജനിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വളം വെച്ച് കൊടുക്കുകയാണ് ഗവൺമെൻറ്റുകളുടെ നയം. ഇവിടെ പ്രശ്നം നമ്മുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നയമാണ്, വിദ്യാഭ്യാസ നയമാണ്. UDF-ഓ LDF-ഓ ആരെങ്കിലും ഭരിച്ചോട്ടെ, പക്ഷേ പ്രശ്നം എന്താണ് വിദ്യാഭ്യാസ നയം? വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഏതെങ്കിലും ലോക ബാങ്കോ സായിപ്പന്മാരോ പറയുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ ക്രമം തീരുമാനിക്കുക എന്നതാവരുത്. അതാണ് കേരളത്തിൽ 2 ദശാബ്ദക്കാലമായി ഞങ്ങൾ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി 2 ദശാബ്ദക്കാലമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വേണം. കതിരിന്മേൽ വളം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അല്ല വേണ്ടുന്നത്, മറിച്ച് എവിടെയാണ് പ്രശ്നത്തിൻ്റെ കാരണം, റൂട്ട് കോസ് എന്താണ്, രോഗകാരണം നിർണ്ണയിക്കണം. രോഗത്തിൻ്റെ ഈ തൊലിപ്പുറമെയുള്ള ചികിത്സ കൊണ്ട് നമുക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. രോഗകാരണം അതീവ ഗുരുതരമാണ്. അത് അക്കാദമികമായ തലങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പാഠ്യപദ്ധതി താങ്കൾ ഇന്നലെ പറഞ്ഞതാണ്, അത് വിശദമായി നമുക്ക് വീണ്ടും അതിലേക്ക് പോവുകയും ചെയ്യാം. ഞാൻ വരാം. ശ്രീ PK ഫിറോസ്, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ മങ്ങാട്ടുമുറി സ്കൂൾ ഇന്ന് അടച്ചു. കിരാലൂരിൻ്റെ കാര്യം നേരത്തെ പ്രദീപ് കുമാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ കുട്ടികൾ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും വന്ന് പഠിക്കാൻ വരികയാണ്. ഈ കുട്ടികളെയൊക്കെ എവിടേക്ക് മാറ്റും? ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കോടതി പോലും ഒരു പക്ഷേ അതിൻ്റെ ആ നിലയിൽ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഈ നിയമനിർമ്മാണത്തിനൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇതിൻ്റെ അങ്ങേയറ്റം കാര്യങ്ങൾ എത്തിയ ശേഷമാണ്. എന്തുകൊണ്ട് തുടക്കം മുതൽ അല്ലെങ്കിൽ ഈ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുക എന്നത് ഒരു നയമായി സ്വീകരിച്ച് ആദ്യഘട്ടം മുതൽ അതിൽ ഇടപെട്ടില്ല? 2015 സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ തന്നെ അതിൽ ഇടപെടേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി തന്നെ ഇന്നലെ ആ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അറിയാമാണല്ലോ, എന്തിനിപ്പോൾ ഇങ്ങോട്ട് വരുന്നുവെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇത് വസ്തുതയാണ്, ഇതാണ് വസ്തുത. നമ്മൾ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയാണെങ്കിൽ വളരെ വൈകിയാണ് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടത്. അതാണ് കാര്യങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത്. അത് തുറന്ന് സമ്മതിക്കുകയല്ലേ ഈ ഘട്ടത്തിൽ ഉചിതം? ഒന്ന്, നിങ്ങൾ സൂചിപ്പിച്ച സുപ്രീം കോടതിയുടെ പരാമർശം, നേരത്തെ ബഹുമാനപ്പെട്ട MLA പ്രദീപ് കുമാറും അക്കാര്യം പറഞ്ഞു. സുപ്രീം കോടതി ചോദിച്ചത് ഇത്രയും വൈകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് ഈ സ്കൂൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുന്നതിൽ എന്താണ് വൈകിയത് എന്നല്ല. അവിടെ ഭിന്നശേഷിയുള്ള 4 കുട്ടികൾ പഠിക്കുന്നുവെന്നും അതുപോലെ മറ്റ് 60ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നും അവരുടെ തുടർ പഠനത്തെ സംബന്ധിച്ചുള്ള ആശങ്ക ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചപ്പോഴാണ് കോടതി ചോദിച്ചത്, നിങ്ങൾക്ക് ഇത്രയും സമയം കിട്ടിയിട്ട് എന്തുകൊണ്ട് അവരെ മറ്റ് സ്കൂളുകളിലേക്ക് പുനരധിവസിപ്പിച്ചില്ല? അല്ലാതെ ആ സ്കൂൾ അടച്ചുപൂട്ടണ്ട എന്ന ഒരു ഘട്ടത്തിൽ പോലും സുപ്രീം കോടതി നിലപാടെടുത്തിട്ടില്ല. സുപ്രീം കോടതിക്ക് മാനുഷിക പരിഗണനയേക്കാൾ അപ്പുറം സുപ്രീം കോടതിക്ക് നിയമം മാത്രമേ നോക്കി തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളത് നിയമം അറിയുന്ന എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളും നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഗണത്തിൽപ്പെടുത്തുന്നത്. സർക്കാർ സ്കൂളുകൾ ഇന്നത്തെ സാഹചര്യം എന്താണ്? മുമ്പത്തെ പോലെയാണോ? സർക്കാർ സ്കൂളുകൾ ഒരുപാട് നിലവാരം മാറി. മുമ്പ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാതിരിക്കുന്നതിനുള്ള കാരണം എന്തായിരുന്നു? ഒന്ന്, ഇംഗ്ലീഷ് മീഡിയത്തോടുള്ള താല്പര്യം. എന്ത് ചെയ്തു സർക്കാർ? ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളുകളിൽ തുടങ്ങി. ഭൗതിക സാഹചര്യങ്ങളുടെ ദയനീയമായ അവസ്ഥയായിരുന്നു സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ പോകുന്നതിന് മടിച്ച മറ്റൊരു കാരണം. ഇന്ന് വിജയകുമാർ ഒന്ന് സർക്കാർ സ്കൂളുകളിൽ നിന്ന് പോയി പരിശോധിക്ക്. അന്താരാഷ്ട്ര നിലവാരമുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ മിക്ക സർക്കാർ സ്കൂളുകളിൽ നമുക്ക് കാണാം. പകുതിയിലധികം ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതുപോലെ തന്നെ PTA-യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട MLA പ്രദീപ് കുമാറിനെ പോലെയുള്ള നിരവധി MLA-മാർ, MP-മാർ അവരുടെ മണ്ഡലങ്ങളിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് നടുവണ്ണൂർ സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ തലേ ദിവസം രാത്രി വരെ ഗവൺമെന്റ് സ്കൂളുകളിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയുണ്ടായത്. പിന്നെ എയ്ഡഡ് സ്കൂളുകളാണ് പിന്നെ ഒരു പ്രശ്നമുണ്ടായത്. എയ്ഡഡ് സ്കൂളുകളുടെ സ്ഥിതി എന്താണ്? എയ്ഡഡ് സ്കൂളുകളിൽ MLA ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല. വിനിയോഗിക്കാൻ കഴിയും കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി. MP ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല. SSF ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല. പിന്നെ മാനേജ്മെന്റ് പണം ചെലവഴിക്കുന്നത് എപ്പോഴാണ്? മാനേജ്മെന്റിന് കൂടുതൽ അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും നടത്താനുണ്ടെങ്കിൽ അവർക്ക് ലാഭം കിട്ടുമെങ്കിൽ മാത്രമേ അവർ പണം ചെലവഴിക്കുള്ളൂ. ഇനി സർക്കാർ കൊടുക്കുന്ന ഗ്രാന്റ് എങ്ങനെയാണ്?
ഒരു കുട്ടിക്കാണ്, ഒരു വിദ്യാർത്ഥിക്കാണ് ഗ്രാന്റ് കൊടുക്കുന്നത്. അവ കുട്ടികൾ കുറവുള്ള സ്ഥാപനങ്ങൾ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി ഗ്രാന്റ് മതിയാവാതെ വരും. അവിടെ പുതിയ നിയമനം നടത്താൻ കഴിയാതെ വരുമ്പോൾ മാനേജ്മെന്റ് താല്പര്യം കുറയും. അത്തരം സ്കൂളുകളെ എങ്ങനെയെങ്കിലും പൂട്ടിച്ച് അവിടെ മറ്റു മേഖലയിലേക്ക് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാനേജർമാർ ശ്രമിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിന് മാറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം? 2 കാര്യമാണ് വേണ്ടത്. ഒന്ന്, നിലവിലുള്ള KERൽ ഭേദഗതി വരുത്തണം. 2, ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് MLA ഫണ്ടും MP ഫണ്ടും ഗ്രാന്റും ഒക്കെ ഇത്തരം സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളും അല്ല, അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും നടത്തി ലക്ഷങ്ങൾ വാങ്ങുന്ന സ്ഥാപനത്തിൽ കൂടി നമ്മൾ ഈ ഗ്രാന്റ് കൂടി കൊടുത്താൽ കൂടുതൽ ലാഭം കൊയ്യാൻ അവർക്ക് അത് കാരണമാകും. അല്ലെങ്കിൽ മുഴുവൻ അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും PSCക്ക് വിടണം. നേരത്തെ യൂത്ത് ലീഗും MSFും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. ഇടതുപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ, അത് UDF ആകട്ടെ LDF ആകട്ടെ, ഇച്ഛാശക്തി കാണിച്ചിട്ടില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രദീപ് കുമാറിന്റെ പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത്. അവർ ഇച്ഛാശക്തി കാണിക്കട്ടെ, കേരളം മുഴുവനും അതിനെ സ്വാഗതം ചെയ്യും. 59-ലെ വിമോചന സമരകാലത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് ലാഭം കൊയ്ത് പ്രതീക്ഷിച്ചിട്ടല്ല സ്ഥാപനങ്ങൾ നടത്തിയത്. സമുദായ സംഘടനകളും അതുപോലെ തന്നെ വ്യക്തിഗത കോർപ്പറേറ്റുകളും മാനേജ്മെന്റുകളും. പക്ഷെ ഇന്ന് ലാഭം മാത്രമാണ് അവരുടെയൊക്കെ കണ്ണിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള തീരുമാനം ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്താൽ അധ്യാപക നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളും PSCക്ക് വിടട്ടെ. KER ഭേദഗതി ചെയ്ത് ഈ സർക്കാരുകൾ പൂട്ടാനുള്ള മാനേജ്മെന്റിന്റെ അധികാരം എടുത്തു കളയട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഈ എയ്ഡഡ് സ്ഥാപനങ്ങളും സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഈ ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷം എടുക്കും എന്ന് ഉറപ്പ് പറയാൻ ബഹുമാനപ്പെട്ട പ്രദീപ് കുമാറിന് സാധിക്കോ എന്നുള്ളതാണ് എന്റെ വിനീതമായ ചോദ്യം. ഫിറോസ്, ഞാൻ താങ്കൾ സംസാരിച്ചത് കൊണ്ട് ഇടപെടാതിരുന്നതാണ്. ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ 2015 ഈ മങ്ങാട്ടുമുറി അടക്കമുള്ള സ്കൂളുകളുടെ കേസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കേസ് വന്ന സമയത്ത് ഗവൺമെന്റ് പറഞ്ഞത് ഈ അധ്യയന വർഷം ഈ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണം, അതിനുശേഷം ഈ മാനേജർമാരുടെ ആവശ്യത്തിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് ഒരു ഉറപ്പ് സുപ്രീം കോടതിയിൽ കൊടുത്തു എന്നാണ് ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ആ നിലയിലൊരു ഉറപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നുവല്ലോ, ഈ കേസിൽ ഇതാണ് സംഭവിച്ചതെന്ന് ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഈ സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ ക്യൂ നിൽക്കുന്ന സ്കൂളുകൾ ഓരോ ജില്ലയിലും 5ഉം 10ഉം വീതം നമുക്ക് ചൂണ്ടിക്കാണിക്കാനും കഴിയും. അപ്പോഴാണ് നമ്മൾ ഈ മങ്ങാട്ടുമുറിയുടെയും ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായ പ്രശ്നമല്ലല്ലോ, എത്രയോ നാളുകൾക്ക് മുമ്പ് ഉണ്ടായതാണ്, എത്രയോ വർഷങ്ങളായി നടക്കുന്നു. 2013 മുതൽ ഈ സ്കൂളിൻ്റെ പ്രശ്നം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അത് വൈകി ഇപ്പോൾ വലിയ തോതിൽ അതൊരു മുറിച്ചു മാറ്റലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തേണ്ടതായിരുന്നോ? അതിനു മുമ്പ് അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിധി പുറപ്പെടുവിച്ചു. ജൂൺ 8 സ്കൂൾ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLAക്ക് വേണമെങ്കിൽ, പൊതുജനത്തിന് വേണമെങ്കിൽ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ ജനകീയ പ്രക്ഷോഭം അതിനെ അനുവദിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റിന് അങ്ങനെ പറയാൻ കഴിയുമോ? സ്റ്റേറ്റിന് എന്താ പറയാൻ കഴിയുക? സ്റ്റേറ്റിലെ നിയമമാണ് പറയാൻ കഴിയുക. അപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് എന്താണ്? മലാപ്പറമ്പിലെ സ്കൂളിന്റെ മാനേജർ പറയുന്നത് എന്താ? KER അനുസരിച്ച്, നിയമം അനുസരിച്ച് 1 വർഷം മുമ്പ് നോട്ടീസ് കൊടുത്താൽ മതി, എനിക്ക് ആ സ്കൂൾ പൂട്ടാം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇനി അതല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പായി വിവിധ വിദ്യാഭ്യാസ DO AEO ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ, അതിനനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ PWD ഈ സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് PWD ഒരു റിപ്പോർട്ടുണ്ട്. ഇതിന്റെ റോഡ് വൈഡനിങ്ങിന് വേണ്ടി ഇതിന്റെ പകുതിയോളം സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ PWD റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ. ഇടതുപക്ഷമാണല്ലോ കേരളം ഭരിക്കുന്നത്. അത് പരിശോധിച്ച് കുറ്റക്കാരുണ്ടെങ്കിൽ കണ്ടെത്തട്ടെ. അവരെയൊന്നും സംരക്ഷിക്കണമെന്ന ഒരാവശ്യവും ഞങ്ങൾക്കില്ല. പക്ഷെ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിലെടുത്ത നിലപാട് എന്തുകൊണ്ട് അപ്പീൽ പോകാതിരിക്കാനുള്ള കാരണം അത് വളരെ വ്യക്തമാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമമാണ് വളരെ പ്രധാനം. അത് സുപ്രീം കോടതിക്കും അങ്ങനെയാണ്. സുപ്രീം കോടതി എന്തുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യം മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചല്ലേ ബഹുമാനപ്പെട്ട MLA? സുപ്രീം കോടതിക്ക് നിയമമല്ലേ പറയാൻ കഴിയുള്ളൂ.
കുട്ടികളെ എവിടെ ചേർത്തണം എന്നുള്ളത് അത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്, സർക്കാരിന്റെ ബാധ്യതയാണ്. സുപ്രീം കോടതിക്ക് നിയമമാണ് പറയാൻ കഴിയുക, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ ഈ ഗവൺമെന്റ് അപ്പീൽ പോയതുപോലെ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ UDF ഗവൺമെന്റിന് കിട്ടിയ നിയമോപദേശം ഏതൊക്കെ കോടതിയിൽ അപ്പീലിന് പോയാലും അനുകൂലമായ ഉത്തരവ് ലഭിക്കില്ല എന്നുള്ളതായിരുന്നു. കാരണം കേരള നിയമം മാനേജ്മെന്റ് അനുകൂലമാണ്. ഫിറോസ്, അവിടെയാണ് പ്രശ്നം. അങ്ങനെ നിയമോപദേശം കിട്ടിയാൽ പിന്നീടുള്ള സൊല്യൂഷൻ പിന്നീട് എന്താ എന്ന് ഗവൺമെന്റ് ആലോചിച്ചോ? എന്തുകൊണ്ട് നിയമോപദേശം അപ്പീൽ പോയാൽ അത് കോടതിയിൽ നിലനിൽക്കില്ല എങ്കിൽ അതിനൊരു പരിഹാരം, ഒരു പോംവഴി ഉണ്ടാകണ്ടേ? അതിനെപ്പറ്റി ആലോചിച്ചോ കഴിഞ്ഞ ഗവൺമെന്റ്? തീർച്ചയായും ആലോചിച്ചു. ഈ മലാപ്പറമ്പ് സ്കൂളിന് സംഭവിച്ചതുപോലെ മറ്റൊരു സ്കൂളിനും സംഭവിക്കരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് പ്രദീപ് കുമാറിന്റെ ആ വാക്കുകളെ ഞാൻ നിഷേധിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി, ആ ഡ്രാഫ്റ്റ് ലോ ഡിപ്പാർട്ട്മെന്റ് അടുക്കലാണ് ഇപ്പോൾ ഉള്ളത്. ആ ലോ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് പിന്നെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണെന്നാണ്. അത് നിയമസഭയിൽ പിന്നെ ചർച്ചയ്ക്ക് വരും. അങ്ങനെയാണ് അത് നിയമമായി വരുന്നത്. അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. ശ്രീ പ്രദീപ് കുമാർ, താങ്കൾ കേട്ടുവല്ലോ കാര്യങ്ങൾ. താങ്കൾക്ക് തൃപ്തികരമാണോ ഫിറോസിന്റെ മറുപടി? കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ആ നിലയിൽ അപ്പീൽ പോകാത്തതിന് കാരണമുണ്ട്, അതുപോലെ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമായിരുന്നു. തൃപ്തികരമാണോ ആ വിശദീകരണം? ഒട്ടും തൃപ്തികരമല്ല. ഫിറോസ് മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് വല്ലാതെ തർക്കിക്കണ്ടെന്ന് വെച്ചിട്ടാ. എന്താ കാര്യം? ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശം, ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് 2013 നവംബർ 1 ഇതാ ഈ ഉത്തരവ് അനുസരിച്ചിട്ട് ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് ഉത്തരവിട്ടത്? ഈ മാനേജർ അതിന് മുമ്പത്തെ സർക്കാരിനെ സമീപിച്ചു, അവർ റിജക്ട് ചെയ്തു. പിന്നെ അബ്ദുറബിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഉത്തരവ് കൊടുത്തു. വലിയ ജനകീയ പ്രക്ഷോഭം നടന്നതിന് അതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തിത്വം MT വാസുദേവൻ നായർ ഉൾപ്പെടെ നയിച്ച പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തെ തുടർന്നാണ് അവസാനം ഇവർക്കത് പിൻവലിക്കേണ്ടി വന്നത്. പിൻവലിച്ചപ്പോഴാണ് കള്ളക്കളി വേറെ നടക്കുന്നത്. കോടതിയിലേക്ക് മാനേജർ പോകുന്നു. അവിടെ കോടതിയിൽ ഒരു ഡിഫൻസും ഉണ്ടാക്കിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് ഒരു എമർജൻസി ക്ലോസ് വെച്ചിട്ട് കലക്ടർക്ക് വേണമെങ്കിൽ സ്കൂൾ ഏറ്റെടുത്ത് വാടക കൊടുത്ത് നടത്താവുന്ന വ്യവസ്ഥയുണ്ട്. ഈ മാനേജർ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ക്രിമിനൽ കേസ്, ഈ സ്വന്തം സ്കൂൾ തകർത്തതിന്റെ ക്രിമിനൽ കേസിലെ 1-ാം പ്രതിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഇവർ സ്വീകരിച്ചിട്ടില്ല? അതിന്റെ ഈ സമയമൊക്കെ നഷ്ടപ്പെട്ടു. അതാണ് സുപ്രീം കോടതി പോലും പറയുന്നത് എന്താ, ഇത് പരിഹരിക്കാൻ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, പല മാർഗങ്ങളുണ്ട്. അതൊന്നും തന്നെ ഈ സർക്കാർ, അവരുടെ കഴിഞ്ഞ സർക്കാർ ഇതിനൊന്നും തന്നെ ശ്രമിച്ചില്ല. പിന്നെ മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നു. 2013 ഹൈക്കോടതി വിധി ഈ അടുത്ത കാലത്തല്ലേ വന്നത്. അതിനേക്കാളും മുമ്പ് 2013 മുതൽ ഈ പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ നിയമ ഭേദഗതിക്കുള്ള ഒരു നടപടിയും 2 വർഷം കൊണ്ട് നടപ്പില്ല? ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ, ഒരു വിദ്യാഭ്യാസ നിയമത്തിലെ ഒരു വകുപ്പിലെ ഭേദഗതി കൊണ്ടുവരാൻ ഒരു സഭാ സമ്മേളന സമയത്ത് അടുത്ത സഭയിൽ വെച്ചൂടെ? ഒരു മാസം പോലും ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട് അതിന് ഇതുവരെ നടപടി സ്വീകരിച്ചില്ല? ഇത് നിയമവകുപ്പിനാണ്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത ബില്ല് അവതരിപ്പിക്കാൻ, ഭേദഗതി കൊണ്ടുവരാൻ രാഷ്ട്രീയമായി ഇവർ തീരുമാനിച്ചു വേണ്ടെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഏറ്റവും കൂടുതൽ ഹൈക്കോടതിയുടെ വിധി വന്നു. സുപ്രീം കോടതിയിൽ ഞങ്ങളാണല്ലോ പോയത്. ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധി കംപ്ലൈ ചെയ്യാനുള്ള ഉത്തരവും പിന്നെ ഈ ഗവൺമെന്റ് DPIയെ കൊണ്ട് ഇറക്കി വെച്ചു. എന്നാൽ ആ സമയത്ത് ഒന്നുകിൽ നിയമോപദേശം കിട്ടിയെന്ന് പറഞ്ഞു, അപ്പീൽ പോയിട്ട് കാര്യമില്ലാന്ന്. നിങ്ങൾക്ക് നിയമോപദേശം തന്ന അതേ നിയമവകുപ്പ് സെക്രട്ടറി അല്ലേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ സുപ്രീം കോടതിയിലേക്കൊന്ന് പോയി നോക്കാൻ വേണ്ടി നിയമോപദേശം കൊടുത്തത്? അദ്ദേഹം തന്നെയാണല്ലോ ഡൽഹിയിൽ പോയതും. അപ്പോൾ അന്നത്തെ നിയമവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാഞ്ഞിട്ടോ എന്താ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ സമയമെല്ലാം കഴിഞ്ഞ് കാലതാമസം ഉണ്ട്. സുപ്രീം കോടതിയിൽ പോയാലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഇനിയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് നോക്കേണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുക എന്നുള്ളത് ഒരു ഉത്തരവാദി, ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നടത്തേണ്ട ഒരു ശ്രമമായിരുന്നു. അതുണ്ടായില്ല. നിയമനിർമ്മാണത്തിന് നിങ്ങൾ ശ്രമിച്ചില്ല. അതിനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും ആ മാനേജർക്ക്, അത് ഒരു മാനേജർക്ക് വേണ്ടിയല്ല, തുരുതര സ്കൂളുകൾ അടച്ചുപൂട്ടാൻ എല്ലാ മാനേജർമാർക്കും അതിനുള്ള കളമൊരുക്കി കൊടുക്കാൻ, അതിനുള്ള പങ്ക് കൈപ്പറ്റിയതിന്റെ ഭാഗമായിട്ട് എടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ വലിയ നിയമക്കുരുക്ക് വന്നിരിക്കുന്നു.
സുപ്രീം കോടതിയുടെ ഈ വിധി കൂടെ വന്ന സാഹചര്യത്തിൽ ആ നിയമക്കുരുക്ക് പരിഹരിക്കാൻ എളുപ്പമൊന്നുമല്ല, നന്നായിട്ട് ശ്രമിക്കണം. അതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരും മന്ത്രിസഭാംഗങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളത്തെ ക്യാബിനറ്റിലൂടെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നിർദ്ദേശങ്ങൾ ക്യാബിനറ്റിന് ശേഷം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏത് അറ്റം വരെ പോയാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ മറികടക്കേണ്ടി വന്നാലും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. അതിന്റെ തുടക്കം എന്ന നിലയിൽ മലപ്പുറം ശ്രീ പ്രദീപ് കുമാർ ദയവായി തുടരുക. ശ്രീ ഷാജർ ഖാൻ എന്തോ കൂട്ടിച്ചേർക്കാൻ കുറച്ച് സമയം ശ്രമിക്കുന്നുണ്ട്. ശ്രീ ഷാജർ ഖാൻ, നയപരമായ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്, രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അത് നാളത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകും. അത് ഈ പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ആ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാമോ? അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. മുഖം രക്ഷിക്കാൻ നാളെ മലാപ്പുറം സ്കൂളിനെ സംബന്ധിച്ചൊരു തീരുമാനം മാത്രം കൈക്കൊണ്ടുകൊണ്ട് മുഖം രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കരുത് എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവണ്ണൂരും അതുപോലെ തന്നെ പാലാട്ട് സ്കൂളിലും അതുപോലെ കിരാലൂർ സ്കൂൾ പൂട്ടി. പക്ഷെ അവിടെ സ്കൂളിനകത്തും പുറത്തുമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അധ്യാപകരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മങ്ങാട്ടുപുറയും ഇന്ന് പൂട്ടി. അവിടെയും പക്ഷെ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ 4 സ്കൂളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നിയമക്കുരുക്കെന്ന് പറയുന്ന ഈ 4 സ്കൂളുകളെ സംബന്ധിക്കുന്ന ഒരു അന്തിമ തീരുമാനം നാളെ ക്യാബിനറ്റിൽ എടുക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തീരുമാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റുകളോട് നിർദ്ദേശിക്കാം. ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് ഈ എയ്ഡഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അവർക്ക് ഈ വിദ്യാലയങ്ങൾ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിന്മേൽ സ്വകാര്യമായ ആവശ്യകതകളോ വാണിജ്യ താല്പര്യങ്ങളോ ഉന്നയിച്ചുകൊണ്ട് അതിന്മേൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒരു പൊതുവിദ്യാലയത്തിൻ്റെയും അന്തിമ വാക്ക് ആ സ്കൂളിൻ്റെ മാനേജർമാരല്ല എന്ന കാര്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കേണ്ടുന്നത്. അതിനെ തുടർന്ന് ബാക്കി അനാദായകരമെന്ന് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്കൂളുകളുടെ കാര്യത്തിൽ കൂടി നമുക്ക് എങ്ങനെയാണ് ആ സ്കൂളുകളെ സംരക്ഷിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിക്കുന്ന പാക്കേജും വേണം. അപ്പോൾ അതിനുള്ള ഇച്ഛാശക്തിയോടു കൂടിയുള്ള തീരുമാനം ഉണ്ടായാൽ മാത്രമേ കേരളത്തിന് ഈ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഈ വാഗ്വാദങ്ങൾ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഫിറോസൊക്കെ ചുമ്മാ പറയുകയാണ്. അങ്ങ് സംബന്ധിച്ചാൽ എന്താ, UDF ഗവൺമെൻറ് സംയോജിതം കാര്യങ്ങൾ ചെയ്തില്ല എന്ന അതൊരു കുറ്റകരമായ ഒരു ഇതാണ്, അലംഭാവമാണ് ഉണ്ടായത്, അനാസ്ഥയാണ് ഉണ്ടായത് എന്ന് സമ്മതിക്കാൻ എന്താ ഇത്ര മടി? അപ്പോൾ അതൊരു അന്ധമായ രാഷ്ട്രീയമായ ഒരു വൈമനസ്യം കൊണ്ടാണത് സംഭവിക്കുന്നത്. അതെല്ലാം മാറ്റിവെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, രക്ഷിതാക്കൾ മാത്രമല്ല ബഹുജനങ്ങൾ, വിദ്യാഭ്യാസ സ്നേഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭണം, ഈ 4 സ്കൂളിലും നമ്മളെന്ത് കണ്ടല്ലോ, ഒരേപോലെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണോ സ്കൂൾ പൂട്ടാൻ വരുന്നത് അവിടെ തടയാൻ, പ്രതിരോധിക്കുവാൻ ജനങ്ങളുണ്ട്, ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ ഇനി ഭാവിയിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് വേൾഡ് ബാങ്കിനെ പോലുള്ള ഏജൻസികളാകാൻ പാടില്ല, DPP പോലുള്ള പദ്ധതികളാകാൻ പാടില്ല. നമുക്ക് അന്തർദേശീയ നിലവാരമുള്ള ഒരു പാഠ്യപദ്ധതിയും പഠന സമ്പ്രദായവും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയും കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയത്തിൽ നിന്ന്, പൊതുവിദ്യാലയത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയും. അവിടെ CBSE അല്ലെങ്കിൽ ICSE സിലബസിനേക്കാൾ എത്രയോ മികച്ച അധ്യാപകരും എത്രയോ മികച്ച ഇൻഫ്രാസ്ട്രക്ചറും എത്രയോ മികച്ച ഒരു വിദ്യാഭ്യാസവും പ്രദാനം ചെയ്യാൻ കേരളത്തിന് കഴിയും. അതാണ് കേരള മോഡൽ. ആ കേരള പോകണം എന്നതാണ് താങ്കൾ പറയുന്നത്. കേരള മോഡൽ അക്കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായി ആ നിലയിൽ കേരളം ഏറെ മുന്നോട്ട് പോയതുമാണ്. ഇടക്കാലത്ത് എപ്പോഴോ നമുക്കത് നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ വരാം. ശ്രീ PK ഫിറോസ്, ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ യൂത്ത് ലീഗിന് സമരം നടത്തേണ്ടി വരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളിപ്പറയേണ്ടി വരുന്നു. സ്വാഭാവികമായും ആ വീഴ്ച അംഗീകരിക്കേണ്ടി വരികയല്ലേ? ഇന്ന് യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സംസാരിച്ചത്. യൂത്ത് ലീഗിനും ഈ വിഷയത്തിൽ സമരം നടത്തേണ്ടി വരികയാണ്. ആ സാഹചര്യം നിങ്ങളുടെ ഗവൺമെൻറ് തന്നെ, UDF സർക്കാർ തന്നെ സൃഷ്ടിച്ചതല്ലേ? അല്ല, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി തള്ളി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ സ്കൂൾ അടച്ചുപൂട്ടരുത് എന്ന ആവശ്യത്തോടൊപ്പം അവിടെയുള്ള പൊതുജനങ്ങൾ നടത്തുന്ന, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരത്തിന്റെ കൂടെ യൂത്ത് ലീഗ് ഉണ്ട്, യാതൊരു സംശയവുമില്ല. മലാപ്പറമ്പ് സ്കൂൾ മാത്രമല്ല, ഒരു സ്കൂൾ അടച്ചുപൂട്ടരുത് എന്നുള്ളത് തന്നെയാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. പിന്നെ ബഹുമാനപ്പെട്ട MLA പ്രദീപ് കുമാറിന്
വിദ്യാഭ്യാസ മന്ത്രിയെയും UDF-നെയൊക്കെ തള്ളി പറഞ്ഞാൽ മതിയാവുള്ളൂ. പക്ഷേ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി പിന്നെ MLA ഒക്കെ സംസാരിക്കുമ്പോൾ പറയണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കിന്റെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? 5 വർഷം മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോയ സെക്രട്ടേറിയറ്റ് അല്ല അന്ന് ഇപ്പോൾ അദ്ദേഹം കയറി ചെന്നപ്പോൾ കണ്ടത്. ഫയലുകളൊക്കെ നീങ്ങുന്നതിൽ UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ ഈ ഗവർണൻസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു സമീപനമാണ്. അതല്ലാതെ ഞങ്ങളുടെ ഭരണം മാത്രമായിരുന്നു ശരി, UDF മുഴുവൻ തെറ്റാണ്, വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായി തെറ്റാണ് എന്നുള്ള ഒരു നിലപാട് ശരിയല്ല. ഓരോ ഗവൺമെന്റിന്റെയും തുടർച്ചയാണ്. പിന്നെ പുതിയ മാറി അവിടെ ഇരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ, ഗവൺമെന്റ് മാറുന്നില്ല. UDF ഗവൺമെന്റ് നയം തന്നെയാണ് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്നുള്ളത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള പല വിദ്യാലയങ്ങളിലും ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, CBSE സ്കൂളുകളിൽ നിന്നും കുട്ടികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയി സർക്കാർ സ്കൂളുകളിൽ ചേക്കേറുന്നതിനെ UDF-ന്റെ മാത്രം നേട്ടമായി അവകാശപ്പെടാം. അതൊരു രാഷ്ട്രീയമായ സങ്കുചിതമായ കാഴ്ചപ്പാടാണ്. ഞാൻ അങ്ങനെ കാണുന്നില്ല. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുണ്ട്, ജനപ്രതിനിധികൾ, അത് ഇടതുപക്ഷമുണ്ടാകാം, UDF ഉണ്ട്, UDF-ന്റെ ഗവൺമെന്റ് ഉണ്ട്, അത് PTA ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പൊതുജനമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് വലിയ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെ മുമ്പത്തെ ഭരണം വളരെ മോശമായിരുന്നു, ഞങ്ങൾ മാത്രമാണ് ശരി എന്നൊരു നിലപാടെടുത്താൽ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ശരിയാക്കാൻ കഴിയുക? എല്ലാവരും ഒരുമിച്ച് എന്നൊരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കണം. ഒരു കാര്യം ഉറപ്പാണ്, എയ്ഡഡ് മാനേജ്മെന്റുകളിൽ ഭൂരിഭാഗവും കച്ചവടം നടത്താനുള്ള താല്പര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ പൂർവികരുടെ സന്മനസ്സും അവരുടെ താല്പര്യവും അല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കണം, മനസ്സിലാക്കണം. അതിന്റെ പുറമെ ഈ സമുദായ സംഘടനകളിലൊക്കെ തിണ്ണനിറങ്ങി വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പ്രദീപ് കുമാറിന് സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും MLA-മാർക്ക് സാധിക്കുമോ അവരെ തള്ളി പറയാൻ? അധ്യാപക നിയമനം PSC-ക്ക് വിടാൻ കഴിയുമോ? അങ്ങനെ വിട്ടാൽ ഈ പറയുന്ന ഇവരൊക്കെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന സമുദായ സംഘടനകളൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തില്ലേ? ഓരോ സമുദായ സംഘടനകളുടെയും പിന്നെ സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഇവരൊക്കെ ക്യൂ നിന്നത്, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അത് UDF ആകട്ടെ ഇടതുപക്ഷമാകട്ടെ, ക്യൂ നിന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതല്ലേ? അതിനൊക്കെ മാറ്റം വരണം. ഇങ്ങനെ കച്ചവട കണ്ണുള്ളവരെ തള്ളി പറയാൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്നാലെ നടക്കുന്ന, അവരുടെയൊക്കെ വോട്ട് വാങ്ങുന്ന ഇടപാടൊക്കെ നിർത്തി കുറച്ചുകൂടി പൊതുജനത്തിന് പിന്നെ ഗുണകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പൊതുവായ പ്രസ്താവനയാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഉണ്ടായതെങ്കിൽ കൂടി ഞാൻ പ്രദീപ് കുമാറിലേക്ക് വേഗത്തിൽ പോകുന്നു. അവസാനമായി ശ്രീ പ്രദീപ് കുമാർ, ഇപ്പോൾ ഫിറോസ് ചൂണ്ടിക്കാട്ടിയതുപോലെ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ ഒരുപക്ഷെ ആദ്യത്തെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് മലാപ്പറമ്പ് സ്കൂളിന്റെ ഭാഗത്തുനിന്നും അതൊരു പ്രതീകം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായി ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം PSC-ക്ക് വിടുക തുടങ്ങിയ വിശാല അർത്ഥത്തിലുള്ള ആ പ്രശ്നങ്ങളെ എല്ലാം കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നയം, ഒരു വിദ്യാഭ്യാസ നയം ഈ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഒന്ന് ഞാൻ നിങ്ങളെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫിറോസ് പറഞ്ഞതിനെക്കുറിച്ച് ഒരു സൂചന, ഒരു വാചകം പറയണം. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ ആകെ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അതിനെക്കുറിച്ചും എനിക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനം എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. നിങ്ങളിപ്പോൾ കേരളവും ഇന്ത്യ ആകെ ചർച്ച ചെയ്യുന്ന എൻ്റെ പ്രസം പദ്ധതിക്ക് LDF സർക്കാരിൻ്റെ കാലത്ത് 10-15 കോടിയോളം രൂപ എനിക്ക് ലഭ്യമായത് ഒരു നയ പൈസ 5 വർഷം ഈ സർക്കാർ തന്നില്ലെന്ന് മാത്രമല്ല, പാസ്സായ 35 ലക്ഷം കട്ട് ചെയ്തു. ഞാനിത് ആദ്യമായിട്ടാണ് പറയുന്നത്, എന്നെ കൊണ്ടിപ്പോൾ ഫിറോസ് പറയിപ്പിച്ചതാണ്. ഞാൻ അങ്ങനെ പരസ്യ പ്രസ്താവന നടത്തി ബഹളത്തിനൊന്നും നിന്നിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ പൊതുവായി ഇവർ വളരെ പ്രതിലോമപരമായിരുന്നു ഇവരുടെ നയം എന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ മലാപ്പറമ്പ് സ്കൂളിൻ്റെ പ്രശ്നം മാത്രം ചർച്ച ചെയ്തപ്പോൾ അതിൽ 2 തവണ ആ സ്കൂൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. 2013 നവംബർ 1 ഉത്തരവിന് പുറമേ അത് പ്രക്ഷോഭത്തെ തുടർന്ന് പിൻവലിച്ചപ്പോൾ വീണ്ടും DPI ഹൈക്കോടതി വിധി കംപ്ലൈ ചെയ്യാനാണ്. അതിനെതിരെ ആ വിധിയെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ അത് കംപ്ലൈ ചെയ്യാനാണ്. എന്നിട്ട് ഞങ്ങൾ നിയമനിർമ്മാണത്തിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഞങ്ങളാണ് ഡ്രാഫ്റ്റ് ചെയ്ത് അവിടെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഈ ഗവൺമെൻറ് പിന്നെ നിയമനിർമ്മാണം നടത്താനുള്ള ഡ്രാഫ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ആ ഭാഗമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അത് ഫിറോസ് പിന്നെ അങ്ങോട്ട് പോയതാണ്. മറ്റൊന്ന്, ഈ സമുദായ സംഘടനകൾക്ക് കീഴ്വഴങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞില്ല. ആരാ സമുദായ സംഘടനകളുടെ ഈ പറയുന്ന കടിഞ്ഞാണിനൊത്ത് തുള്ളിയതാരാ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിച്ചപ്പോൾ ഓരോ സമുദായ സംഘടനയും ഇവിടെ പിന്നെ വാഗ്വാദം നടത്തുകയായിരുന്നില്ലേ? ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമില്ല. പല സമുദായ സംഘടനകളും അതിൽ പിന്നെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്തിയില്ലേ? ഇന്ന മന്ത്രിമാർ വേണമെന്നുള്ളത്. അതിനനുസരിച്ച് അപ്പോൾ ലീഗിന് ഒരു സമുദായത്തിൻ്റെ മാത്രമായിട്ട് വരുന്നത്, മറ്റുള്ള ആൾക്കാർ ഒക്കെ വന്നിരുന്നില്ല. ഇന്നത്തെ LDF സർക്കാരിൻ്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഏതെങ്കിലും സമുദായ സംഘടനയ്ക്ക് വാല് വെക്കാനായോ?
ഒരുത്തനും LDFന്റെ മുമ്പിലേക്ക് വരില്ല. സമുദായ സംഘടനയൊക്കെ വാലും ശ്രീ പ്രദീപ് കുമാർ, നമ്മൾ ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഫിറോസ് പറഞ്ഞതിനുള്ള മറുപടിയും പ്രദീപ് കുമാർ പറഞ്ഞതിനുള്ള മറുപടിയും രണ്ടും ലഭിച്ച സാഹചര്യത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നാളെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും ആ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്നും അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി ഒരിക്കൽ കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വേണ്ടി പൊതുസമൂഹം കാത്തിരിക്കുകയാണ്. അത് മലാപ്പറമ്പിനെ ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് എന്ത് നിർണായക തീരുമാനം നാളെ കൈക്കൊള്ളും എന്നാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ A. പ്രദീപ് കുമാർ MLA, ഷാജർ ഖാൻ, PK ഫിറോസ്, ഹരിഗോവിന്ദൻ, എല്ലാവർക്കും നന്ദി. കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്ക് സംസ്ഥാന ഘടകത്തിന് രാഹുൽ ഗാന്ധിയുടെ പച്ചക്കൊടി. നിർജീവമായ ഘടകങ്ങളിൽ അഴിച്ചുപണി നടത്തി കാതലായ മാറ്റം വരുത്താൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതായി KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. എന്നാൽ നേതൃമാറ്റം എന്നത് അഭ്യൂഹം മാത്രമാണെന്നും സുധീരൻ വ്യക്തമാക്കി. അതേസമയം സുധീരനെതിരെ പരാതിയുമായി AI ഗ്രൂപ്പ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണും. ബാധ്യതയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുമ്പോൾ നികുതി ഇനത്തിൽ മാത്രം ലഭിക്കാനുള്ളത് കോടികൾ. കഴിഞ്ഞ 5 വർഷക്കാലം വാണിജ്യ വകുപ്പിന്റെ അലംഭാവം കൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ട 1000 കോടി രൂപയാണ് നഷ്ടമായതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.